ഐതിഹ്യത്തിലെ അത്ര സുപരിചിതമല്ലാത്ത മധ്വാചാര്യയുടെ കൃതിയനുസരിച്ച് സമുദ്രമഥന സന്ദർഭത്തിൽ കാളകൂടം എന്നറിയപ്പെടുന്നൊരു കൊടും വിഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ ശക്തി കുറയുവാനത് വായുദേവൻ തൻ്റെ കൈകളിൽ തടവി. പിന്നീട് ചെറിയൊരു ഭാഗം ഭഗവാൻ ശിവന്റെ തൊണ്ടയിൽ ഉടക്കിയതിന് നിമിത്തം അദ്ദേഹം നീലകണ്ഠനായി. ബാക്കിയുള്ളത് ഒരു സുവർണ പാത്രത്തിൽ ശേഖരിച്ച് വായുദേവൻ നിർവീര്യമാക്കി. ഒരു സ്രോതസ്സിൻ പ്രകാരം അദ്ദേഹം വാസുകി നാഗത്തിൻ്റെ കാളകുട വിഷം കുടിച്ചുവെന്നാണ്. ശിവൻ വിഴുങ്ങാത്ത വിഷത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കലിയുടെ ശരീരമായി ഉത്ഭവിച്ചു. ഈ വിഷയത്തിൽ നിന്നും ക്രൂരമായ വസ്തുക്കൾ പിറവികൊണ്ടു. പാമ്പുകൾ, ചെന്നായ്ക്കൾ, കടുവകൾ തുടങ്ങിയ ഹിംസജന്തുക്കൾ. പിന്നീട് വിഷ്ണുവിന്റെ മോഹിനി അവതാരം അസുരനായ രാഹുവിന്റെ ശിരച്ഛേദം ചെയ്തപ്പോൾ അസുരന്റെ സഖ്യകക്ഷികളാൽ അവൾ ആക്രമിക്കപ്പെടുകയും കലി ഒഴികെയുള്ളവർ കൊല്ലപ്പെടുകയും ചെയ്തു. അനശ്വരവും നശ്വരവുമായ ജീവികളുടെ ശരീരങ്ങൾ കൈവശം വയ്ക്കുവാനുള്ള ശക്തിയുള്ള അവൻ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ പ്രവേശിച്ച് രക്ഷപ്പെട്ടു. തനിക്കുള്ള മനുഷ്യരെ പ്രയോജനപ്പെടുത്തി ആദിമ ഗ്രന്ഥങ്ങളെ മനഃപൂർവ്വം തെറ്റായി എഴുതി അവ ദുഷിപ്പിക്കുകയും വ്യാപകമായ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു.